ഞാൻ സജി നന്ദിയാട്ടിലേക്ക് പോകുന്നു. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പോൾ ദിലീപ് ഇപ്പോൾ പുറത്തു വന്ന ശേഷം, ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ച ശേഷം നിങ്ങളുടെ മുഴുവൻ സംഘടനകളും, സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനകളും വളരെ പെട്ടെന്ന് യോഗം ചേരുകയും ദിലീപിനെ തിരിച്ചെടുക്കുന്ന ആലോചനകളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. എന്താണ് അതിനുള്ള യഥാർത്ഥ കാരണം, ശ്രീ സജി നന്ദിയാട്ട്? സ്മൃതി, നമുക്ക് 8.5 വർഷമായല്ലേ നമ്മൾ ഒക്കെ ഇത് ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്മൃതി ഞാനൊക്കെ എത്രയോ നാളുകളല്ലേ ചർച്ചയിലിരുന്നിട്ടുണ്ട്. സ്മൃതി, നിങ്ങളുടെ ഡ്രോൺ തിരിച്ചു വന്നായിരുന്നു നമ്മുടെ ദിലീപിൻ്റെ അടുക്കളയ്ക്കകത്ത്. പപ്പടമാണോ അത് മറ്റേ ഉരുളക്കിഴങ്ങാണെന്ന് അറിയാൻ പോയി ദിലീപിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ അളവ് എടുക്കാൻ ഡ്രോൺ തിരിച്ചു വന്നോ, അതോ ഇസ്രായേൽ വെടിവെച്ചിട്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നാണം. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ? ലജ്ജ, സ്വല്പം ഉളുപ്പുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. 8.5 വർഷം ഒരാളെ പ്രതിസ്ഥാനത്തങ്ങ് നിർത്തി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ അന്ത്യചർച്ച നടത്തി നാണം കെട്ട് നിങ്ങൾ തല താഴ്ത്തുമ്പോൾ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കൊപ്പം. പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ആർക്കൊപ്പം? നിങ്ങൾ എന്താ ചെയ്തേ? ആ പാവം പെൺകുട്ടിയെ മറയാക്കി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ കഥകളും മിനി കഥകളും ഈ നാടിന് അപസ്വർപ്പ കഥകളുമായി പാവപ്പെട്ട മലയാളിയുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്ത് 8.5 വർഷക്കാലം ഇവിടെ ഒരു വലിയ വക്കീൽ പറയുക, ഹാരിഷ് വാസുദേവൻ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അതായത് ഞങ്ങളുടെ പൊതുസമൂഹത്തിൽ ഇതിൻ്റെ എല്ലാം റെക്കോർഡുണ്ട്. എന്തൊരു വിഡ്ഢിത്തരമാണ്. അദ്ദേഹത്തിന് കുറച്ച് അറിവുള്ള ആളല്ലേ, കയ്യടി കിട്ടാൻ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറും പോലീസും ചോർത്തിക്കൊടുത്തത് മറുഭാഗം കേട്ടിട്ടില്ല. ഒരു പ്രശ്നത്തിൽ 2 കാര്യമുണ്ട്. മറുവശത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ഒരു പക്ഷം പറഞ്ഞത് മുഴുവൻ കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ടർ ചാനലിലൂടെ ഇങ്ങനെ വിസർജിച്ചിട്ട് ഇതാണ് തെളിവ് എന്ന് പറഞ്ഞ് നിങ്ങൾ താങ്കൾ ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടു നിന്നു. അല്ല, താങ്കൾ മാന്യമായ ഭാഷ ഉപയോഗിച്ച് ചർച്ചയിൽ പങ്കെടുക്കുക. താങ്കളുടെ ഈ ഭാഷയുടെ അഹന്തയും ധാഷ്ട്യവും പകയും ഒക്കെ അവിടെ നിന്നും കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന താങ്കളുടെ പ്രിയപ്പെട്ട ദിലീപിൽ നിന്നും കേട്ടതാണ്. അതേ ഭാഷ ഉപയോഗിച്ച് താങ്കൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല. താങ്കൾക്ക് പറയാനുള്ള വാദമൊക്കെ പറഞ്ഞോളൂ. നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നുള്ളൊക്കെ എനിക്ക് തിരിച്ചും ചോദിക്കാവുന്ന ഭാഷയാണ്. പക്ഷെ അത് എന്റെ ഭാഷയല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. അങ്ങേക്ക് അങ്ങയുടെ അഭിപ്രായം പറയാം. നിങ്ങൾ ഇരപരിവേഷം നൽകിയിരിക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ ഇരപരിവേഷം നൽകിയിരിക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ മാന്യമായ ഭാഷയിൽ കേൾക്കണമെങ്കിൽ പ്രതിമ കൊണ്ടുവച്ചാൽ എന്ത് മാന്യമാ? നിങ്ങൾക്ക് എന്ത് മാന്യതയായിരുന്നു ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ ചാനലിന്? നിങ്ങൾക്ക് എന്ത് മാന്യതയാണ്? ഞാൻ മാന്യമായ ഭാഷയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ 8.5 വർഷക്കാലം ഒരാളെ വേട്ടയാടിയിട്ട് ഈ നാടിന്റെ നീതി, ഈ നാടിന്റെ നീതിബോധം, ഈ നാടിന്റെ അവസാന വാക്ക് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈ ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചപ്പോൾ നിങ്ങൾ പറയാ കേരളത്തിലെ പൊതുജനമല്ല നിങ്ങളുടെ പോക്കറ്റിലാണെന്ന്. ഇന്ന് കാണിച്ച പൊതുജനത്തിന്റെ പോക്കറ്റ്. നിങ്ങൾക്ക് നാണമുണ്ടോ? അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഇരയെ മറയാക്കി ദിലീപിനെ ഉള്ള വൈരാഗ്യം തീർക്കാണ്. കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി. എന്നിട്ട് നിങ്ങൾ കോടതിയെ വിമർശിച്ചോ? നിങ്ങൾ ജഡ്ജസിനെ വിമർശിക്കുന്നു. എങ്ങനെയാ? മ്ലേച്ഛമായ ഭാഷയിൽ. എന്നിട്ട് നിങ്ങൾ വലിയ ഡീസൻസി കളിക്കുന്നു. ഞാൻ എന്ത് അനീതിയാണ് സംസാരിച്ചത്? എനിക്ക് രോക്ഷം ഉണ്ടാകും സ്മൃതി. 8.5 വർഷക്കാലം നമ്മൾ ചർച്ചയ്ക്കിരുന്നവരാ. ഈ റിപ്പോർട്ടർ ചാനൽ നിറച്ച് തെളിവാണല്ലോ വർഷങ്ങളായിട്ട്. എന്തിയ തെളിവ്? എവിടെയാ തെളിവ്? അത് തന്നെയാണ് ചോദിക്കുന്നത്. ആ തെളിവുകളിൽ എന്താണ് കോടതി നിലപാടെടുത്തത് എന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിൽ ചോദിക്കുന്നത്. നിരവധി തെളിവുകൾ നമ്മൾ ചർച്ച ചെയ്തു. നിരവധി തെളിവുകളിൽ അടയിരുന്നു എന്ന ചോദ്യം ഇവിടെയുണ്ട്. 12-ാം തീയതി ഈ വിധിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമല്ലോ. 12-ാം തീയതി പറയട്ടെ. അങ്ങനെ രോഷം കൊണ്ടിട്ട് കാര്യമില്ലതേ. ഇവിടെ മെമ്മറി കാർഡ് കോടതി സംവിധാനത്തിനകത്തു നിന്നും പുറത്തു പോയി 3 തവണ അത് ടാമ്പർ ചെയ്തു എന്നുള്ള വിവരമടക്കം പുറത്തു വന്നിട്ട് അത് പരിശോധിച്ചോ കോടതി? അതിന്മേൽ എന്തെങ്കിലും തീരുമാനമുണ്ടായോ? അതേക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? അപ്പോൾ എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? ഇനി ദിലീപിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് അത് കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ എപ്പോഴാണ് അത് കോടതിയിൽ സമർപ്പിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെ ഈ കേസ് ജയിച്ചു എന്നൊക്കെ നമ്മൾക്ക് സംശയമുണ്ടെന്നേ. അത് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെ അങ്ങയുടെ ഭാഷ ഉപയോഗിച്ച് ആക്രോശിച്ചതുകൊണ്ട് കാര്യമില്ല ശ്രീ സജി നന്ദിയാട്ട്. ആ ചോദ്യങ്ങളൊക്കെ ഉയരുക തന്നെ ചെയ്യും. മാത്രമല്ല
വിചാരണ കോടതിക്ക് അപ്പുറത്തേക്ക് ഹൈക്കോടതിയും അതിനു മുകളിൽ സുപ്രീം കോടതിയും ഒക്കെ ഉണ്ട് ശ്രീ സജി നന്ദിയാട്ട്. ഇതിവിടെ അവസാനിക്കുകയല്ല. അങ്ങനെ പറഞ്ഞു, ആദ്യമാണ് തീരുമാനിച്ചു. ഒരു കാര്യം സ്മൃതിയോട് ചോദിക്കട്ടെ, ദിലീപ് അറസ്റ്റ് ചെയ്യുമ്പോൾ അന്ന് ദിലീപിന്റെ ഫോൺ ഉണ്ട്, അത് പോലീസ് പിടിച്ചോണ്ട് പോയായിരുന്നല്ലോ. ഇതെല്ലാം കിട്ടിയായിരുന്നോ? ബോംബെ കൊണ്ട് റിട്രീവ് ചെയ്ത് ദിലീപ് സമ്മതിച്ചു, നിങ്ങൾ പോലീസിനും കൊടുത്തിരുന്നല്ലോ. അത് മുഴുവൻ റിട്രീവ് ചെയ്തെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലോ. FS റിപ്പോർട്ട് വന്നായിരുന്നു, ഒന്നും നഷ്ടപ്പെടാതെ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് സ്മൃതി കേട്ടില്ലേ? 860 ഡിജിറ്റൽ തെരുവില്ലേ? ഒരു അച്ചാറിടാൻ, ഒരു പൊടിക്ക്, ഒരു തൊട്ടുകൂട്ടാൻ ഒരു സാധനം ഉണ്ടായിരുന്നോ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 260 സാക്ഷിയില്ലായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറയുന്നു. അല്ല, എന്നിട്ട് എന്ത് ചെയ്യും? തെളിവ് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടതിനാണോ തെളിവ്? കോടതി ദിലീപിനോട് ഫോൺ ചോദിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണെന്നേ. നിങ്ങൾ ഫോൺ ചോദിച്ച ഘട്ടത്തിൽ കോടതി എങ്ങനെയാണെന്ന് ചോദിച്ചെന്ന് കണ്ടതാണ്. എത്ര ദിവസങ്ങൾക്ക് ശേഷം അതൊന്നും തന്നുകൂടെ എന്ന് കോടതി ചോദിച്ചു നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഭാഷയും ഈ പകയും വരുന്നത് എന്തിന്റെ ആത്മവിശ്വാസത്തിലാണ് എന്ന് നിങ്ങൾ കൂടുതൽ കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സജി നന്ദിയാട്ട്. കുഴപ്പമില്ല, ഞാൻ രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ശ്രീ രാജു പി നായർ, 28 സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങി. 28 സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങി. അല്ല സജി നന്ദിയാട്ട്, 28 സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങി. 28 സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങി ശ്രീ സജി നന്ദിയാട്ട്. 28 സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങി. ബാക്കി സാക്ഷികൾ കാശിക്ക് പോയോ? 233 സാക്ഷികൾ കാശിക്ക് പോയോ? അല്ല, ആ സാക്ഷികൾ പറഞ്ഞത് കോടതി പരിഗണിച്ചു എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞത് കോടതി പരിഗണിച്ചു എന്നുള്ളതാണ് ചോദ്യം. അതിൽ ചിലർ ഇപ്പോഴും പറയുന്നുണ്ട്. അതിലിപ്പോഴും ചിലർ പുറത്തു വന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും ദിലീപ് എന്ന നടനോട് പ്രത്യേക താല്പര്യമോ താല്പര്യക്കേടോ ഉണ്ടാക്കാനുള്ള ഒരു കാരണവുമില്ല. അതാണ് പൊതുസമൂഹം ചാനലിന്റെ റൂമിലിരുന്നുകൊണ്ടേ അന്തിച്ചർച്ചയല്ല ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ നിയമം തീരുമാനിക്കുന്നത്. അന്തിച്ചർച്ചയല്ല ഈ രാജ്യത്ത് തീരുമാനിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള അന്തിച്ചർച്ചകളല്ല ഈ രാജ്യത്തെ നിയമം തീരുമാനിക്കുന്നത്. ഇവിടുത്തെ കോടതികളാണ്. ശരി, കോടതിയിൽ അവസാനിക്കുന്നതല്ല നിയമ സംവിധാനം. അതുകൊണ്ടാണ് ഇനിയും മുന്നോട്ട് പോകാനും മുന്നിലേക്ക് പോകാനും ഒക്കെ സാധിക്കും. മാനിക്കാത്തവർ ഈ രാജ്യം വിട്ടു പോകണം. ഈ രാജ്യത്തെ പൗരന്മാരല്ല, ഈ രാജ്യം വിട്ടു പോകണം. കോടതി വിധിയെ മാനിക്കാത്തവർ രാജ്യം വിട്ടു പോകണം. നിങ്ങൾ കോടതി വിധിയെ മാനിക്കുന്ന രാജ്യം വിട്ടു പോകണം. നിങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിക്കാത്തതിൽ വലിയ വലിയ വിഷമാ. ദിലീപിന്റെ പുതിയ പടത്തിന്റെ പേരങ്ങ് പറഞ്ഞാൽ മതി, ബബ്ബ. ഇത് ആരോടാ പറയുന്നത്? പൊതുസമൂഹം മുഴുവൻ റിപ്പോർട്ടർ ചാനൽ വന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു? ഇങ്ങനെ നിങ്ങൾ നിഷ്പക്ഷരായി സംസാരിക്കണം. ഒരു പ്രശ്നത്തിന് 2 വശമുണ്ട് ശ്രുതി. ആ 2 വശം സംസാരിക്കുന്നത്. അന്ന് അപ്പുറത്തെ വശം എപ്പോഴാണ് പരിശോധിച്ചിട്ടുള്ളത്? മാത്രമല്ല താങ്കൾക്ക് ഇത്ര നാളും ഈ ചർച്ചയിൽ ഇല്ലാത്ത ആവേശവും ഊർജവും ആത്മവിശ്വാസവും പകയും ഒക്കെ ഇപ്പോൾ വന്നതിന്റെ അടിസ്ഥാനം മനസ്സിലാകുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണോ? നന്നായി പണിയെടുക്കും. നിങ്ങൾ നന്നായി പണിയെടുക്കൂ. കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നന്നായി പണിയെടുക്കും. ശ്രീ രാജു പി നായർ, ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നു. നിങ്ങൾ 8.5 വർഷമാണ് നിങ്ങൾ അയാളെ വേട്ടയാടിയത്. ഇതാണോ മാധ്യമ പ്രവർത്തനം? നിങ്ങൾ ക്ലാസ് എടുക്കൂ. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ ദിലീപ് തെറ്റ് ചെയ്യാത്തോണ്ടാണ് ഇവിടെ തന്നെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.